ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു തലമുറ മാറ്റത്തിന്റെ പാതയിലാണ്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, എം.എസ്. ധോണി തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖമായിരുന്ന കാലം ഇനി ഓർമ്മകളിലേക്ക് വഴിമാറുകയാണ്. എല്ലാ കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു. 1980കളിൽ കപിൽ ദേവ് തൊട്ട് സച്ചിൻ തെണ്ടുൽക്കർ, എം.എസ്. ധോണി, വിരാട് കോഹ്ലി എന്നിങ്ങനെ ഒരു പോസ്റ്റർ ബോയ് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി എന്നും ഉണ്ടായിരുന്നു. ആ നിരയിലേക്കുള്ള പുതിയ എൻട്രിയാണ് ശുഭ്മാൻ ഗിൽ, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ പോസ്റ്റർ ബോയ്. ഇത് അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു ഏഷ്യ കപ്പ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ശ്രേയസ് അയ്യറിനെ തടഞ്ഞ് ഗില്ലിനെ ബി.സി.സി.ഐ ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്തി. മറ്റൊരു ചോദ്യം മുന്നിലുണ്ടായിരുന്നത് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ആരായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നതായിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന സഞ്ജു സാംസനെ അവർ മധ്യനിരയിലേക്ക് മാറ്റി ഗില്ലിനെ ഓപ്പണറാക്കി. അവിടെയും തീർന്നില്ല. ഹർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ തുടങ്ങിയ സീനിയർ താരങ്ങളുണ്ടായിരുന്നിട്ടും ബി.സി.സി.ഐ വൈസ് ക്യാപ്റ്റൻ സ്ഥാനവും ഗില്ലിന് നൽകി. ഇത്തരം ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ യു.എക്കെതിരായ ആദ്യ മത്സരത്തിന്റെ പ്ലേയിങ് 11 എക്സിൽ പ്രഖ്യാപിച്ചപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് പകരം പുതുതായി നിയമിതനായ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ ഒരു പോസ്റ്ററാണ് ബി.സി.സി.ഐ പങ്കുവച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു വ്യക്തിഗത താരത്തെ ഉയർത്തിക്കാട്ടുന്നത് ഇത് ആദ്യമായല്ല. എം.എസ്. ധോണിയെയും വിരാട് കോഹ്ലിയെയും പോലുള്ള സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ബി.സി.സി.ഐയുടെയും ബ്രോഡ്കാസ്റ്റർമാരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലും ടെലിവിഷൻ സ്ക്രീനുകളിലും നിറഞ്ഞു നിന്നിരുന്നു. ഗില്ലിനെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് ബി.സി.സി.ഐയുടെ ഒരു തന്ത്രപരമായ നീക്കമായിട്ട് വേണം കരുതാൻ. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും കളിപ്പിക്കാനും സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ മാർക്കറ്റ് ചെയ്യാനും ഒപ്പം ആരാധകരെ സ്റ്റേഡിയങ്ങളിലേക്ക് കൂട്ടത്തോടെ ആകർഷിക്കാനും കഴിയുന്ന ഒരു താരത്തെ വളർത്തിയെടുക്കുക എന്നതാണ് ബി.സി.സി.ഐയുടെ ലക്ഷ്യം. കളിക്കളത്തിലും പുറത്തും ഈ ലക്ഷ്യം നിറവേറ്റാൻ ഗില്ലിന് കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. 26 വയസ്സുള്ള ഗിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മികച്ച ഫോമിലാണ്. ടെസ്റ്റ് ടീമിലും ഏകദിന ടീമിലും സ്ഥിര സാന്നിധ്യം. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ഗിൽ പ്രതികൂല സാഹചര്യങ്ങളിലും പരമ്പര സമനിലയിൽ തളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കൂടാതെ ആ സീരീസിൽ ഗിൽ 700 റൺസിലധികം സ്കോർ ചെയ്യുകയും ചെയ്തു. അടുത്ത വർഷത്തോടെ ഗില്ലിനെ 3 ഫോർമാറ്റുകളിലും ക്യാപ്റ്റനാക്കാനാണ് ബി.സി.സി.ഐ ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഇന്ത്യക്ക് വേണ്ടി 3 ഫോർമാറ്റുകളിലും കളിക്കുന്ന 2 താരങ്ങളിൽ ഒരാളാണ് ഗിൽ, മറ്റൊരാൾ ജസ്പ്രീത് ബുംറയാണ്. ക്രിക്കറ്റ് ഗ്രൗണ്ടിന് പുറത്തും ശുഭ്മാൻ ഗിൽ ഒരു സൂപ്പർ സ്റ്റാറാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വലിയൊരു ആരാധക വൃന്ദമുണ്ട്. വിനയം, അച്ചടക്കം, കഠിനാധ്വാനം എന്നിവ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അനാവശ്യമായി വിവാദങ്ങളിൽ പോയി ചാടാറില്ല എന്നതും അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റാണ്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ബി.സി.സി.ഐ കളത്തിന് പുറത്ത് ഗില്ലിലൂടെ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികപരമായ നേട്ടങ്ങളാണ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ബ്രാൻഡ് അംബാസഡറായി ശുഭ്മാൻ ഗില്ലിനെ അവർ മെരുക്കിയെടുത്തു കഴിഞ്ഞു.